കാത്തിരിപ്പിനൊടുവിൽ KS-ന്റെ രണ്ടാം വിജ്ഞാപനം മാർച്ച് 7-ന് PSC പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ചവിട്ടുപടിയാണ് KS. KS ആയി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ആദ്യ നിയമനം സെക്കൻഡ് ഗസറ്റഡ് റാങ്കിലേക്കാണ്. ഒരു വകുപ്പിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങി ഉന്നത പദവിയിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം. ഇത് തന്നെയാണ് KS-നെ ഗ്ലാമറസ് പോസ്റ്റാക്കുന്ന പ്രധാന ആകർഷണം. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് KS-ന്റെ യോഗ്യത. 3 സ്ട്രീമുകളിലായാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്ട്രീം 1 നേരിട്ടുള്ള നിയമനം, സ്ട്രീം 2 പ്രൊബേഷൻ പൂർത്തീകരിച്ച നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നിയമനം, സ്ട്രീം 3 ഗസറ്റഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നിയമനം. 3 സ്ട്രീമുകളിലും പ്രായപരിധിയിൽ വ്യത്യാസമുണ്ട്. സ്ട്രീം 1-ന്റെ പ്രായപരിധി 21-നും 32-നും ഇടയിലാണ്. സ്ട്രീം 2-ന്റെ പ്രായപരിധി 21-നും 40-നും ഇടയിലാണ്. സ്ട്രീം 3 പ്രായപരിധി 50 കഴിയാൻ പാടില്ല. സംഭരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട്. KS-ന്റെ മറ്റൊരു പ്രധാന ആകർഷണം ശമ്പളമാണ്. 77,200 രൂപയാണ് അടിസ്ഥാന ശമ്പളം. തിരഞ്ഞെടുപ്പ് രീതി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജൂൺ 14-ന് നടക്കുന്ന പ്രിലിമിനറി ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരണാത്മക രീതിയിലുള്ള മെയിൻ പരീക്ഷ ഒക്ടോബർ 17, 18 തീയതികളിൽ നടത്തും. 100 മാർക്ക് വീതമുള്ള 3 പേപ്പറുകളായാണ് മെയിൻ പരീക്ഷ നടത്തുന്നത്. 2026 ജനുവരിയിൽ 50 മാർക്കിന്റെ ഇന്റർവ്യൂ പൂർത്തിയാക്കി ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. KS റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് 350 മാർക്കിലാണ്. മെയിൻസ് എക്സാമിന്റെ 300 മാർക്കും 50 മാർക്കിന്റെ ഇന്റർവ്യൂവുമാണ് റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കാനായി പരിഗണിക്കുന്നത്. പ്രാഥമിക പരീക്ഷ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് മാത്രമാണ്. ഇത് റാങ്ക് നിർണ്ണയത്തിനായി പരിഗണിക്കുന്നില്ല. 2019 നവംബർ 1-ന് പ്രസിദ്ധീകരിച്ച ആദ്യ KS വിജ്ഞാപന പ്രകാരം 3 സ്ട്രീമുകളിലായി 5,77,444 പേരാണ് അപേക്ഷ നൽകിയത്. ഇതിൽ സ്ട്രീം 1-ൽ 5,47,543 പേരും, സ്ട്രീം 2-ൽ 26,950 പേരും, സ്ട്രീം 3-ൽ 2,951 പേരുമാണ് അപേക്ഷ നൽകിയത്. 4,14,000 പേർ കൺഫർമേഷൻ നൽകിയെങ്കിലും സ്ട്രീം 1-ൽ 3,08,138 പേരും, സ്ട്രീം 2-ൽ 20,292 പേരും, സ്ട്രീം 3-ൽ 1,396 പേരും എന്നിങ്ങനെ ആകെ 3,29,826 പേരാണ് ആകെ പരീക്ഷ എഴുതിയത്. 2019 ആദ്യ KS വിജ്ഞാപന പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 562 പേരെയാണ്. ഇതിൽ സ്ട്രീം 1 190 പേരെയും, സ്ട്രീം 2 185 പേരെയും, സ്ട്രീം 3 187 പേരെയുമാണ് ഉൾപ്പെടുത്തിയത്. 3 സ്ട്രീമുകളിലായി ആകെ 108 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ഇനി നമുക്ക് നിലവിലെ ഒഴിവുകൾ പരിശോധിക്കാം. സ്ട്രീം 1-ൽ 11-ഉം സ്ട്രീം 2 and 3 10 വീതവുമാണ് നിലവിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് KS ഒരു മികച്ച അവസരമാണ്. ഈ അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്കും നാളെ സിവിൽ സർവീസ് കേരള കേഡറിന്റെ ഭാഗമാകാം.